27 ട്രെയിനുകളാണ് ഔദ്യോഗികമായി റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ യാത്രക്കാരിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിലധികം ട്രെയിനുകൾ റദ്ദായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 4 ട്രെയിനുകൾ ഭാഗികമായും 5 ട്രെയിനുകൾ റൂട്ട് മാറ്റിയുമാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. നിരവധി യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. KSRTC 43 ബസ്സുകളാണ് അധികമായി സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് റൂട്ടിൽ സർവീസുകൾ നടത്തുമെന്നാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ മണിക്കൂർ ഇടവിട്ട് വിശദമായ റിപ്പോർട്ട് നൽകാൻ റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി യാത്രക്കാർ തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിൽ ട്രെയിൻ കിട്ടാതെ ബസ്സിനായി കാത്തു നിൽക്കുന്നു. ബസ്സുണ്ടോ? എന്താ അവസ്ഥ? ബസ്സില്ലല്ലോ, ബസ്സില്ല. 11:30 മണി വരെ കുട്ടികളെ കൊണ്ട് നിൽക്കണം. വളരെ വിഷമത്തിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തൊക്കെ പോയി. ടിക്കറ്റ് കിട്ടാനും വഴിയില്ല. റിട്ടേൺ ടിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടില്ല. ടിക്കറ്റ് എടുത്തൊക്കെ പോയി. ഇനി വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടണം. ബസ്സിന് വളരെയധികം വിഷമങ്ങൾ കാണുന്നുണ്ട്. ബസ് വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ ഹൗസും ഉള്ളതാണ്. ഈ കുട്ടികളെയും കൊണ്ട് നിന്ന് പോകാനായിട്ടുള്ള രീതികളും സൗകര്യത്തിന് പോകാൻ പറ്റാത്ത രീതിയിലായി. കൂപ്പണില്ലേ ഇവിടെ? കൂപ്പൺ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 11 മണി 11:30 മണി ആണ് കഴിയണം ഇനി വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ. അന്വേഷണത്തിൽ പറയുന്നു. KSRTC ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരുക്കിയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. യാത്രക്കാരെ സംബന്ധിച്ച് അത് വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതുകൊണ്ട് തന്നെ എറണാകുളം വരെ ട്രെയിൻ ഓടിക്കാനുള്ള ഒരു സജ്ജീകരണം ചെയ്യാനാകുമോ എന്നാണ് റെയിൽവേ അധികൃതർ പരിശോധിക്കുന്നത്. ഒരു സ്പെഷ്യൽ ട്രെയിൻ 10 മണിക്ക് എറണാകുളത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അടുത്ത ട്രെയിൻ 12 മണിയാകുമ്പോൾ പുറപ്പെടും എന്ന് തന്നെയാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദീർഘദൂര യാത്രക്കാരെ വളരെയധികം പ്രശ്നം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ ദീർഘദൂര യാത്രക്കാർ വൈകുന്നേരത്തേക്ക് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ തിരുവനന്തപുരത്തെ പല റൂമുകളിൽ തങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്.